നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ചന്ദ്രനിലേക്കുള്ള ചരിത്ര ദൗത്യയാത്ര ആരംഭിച്ച് ആർട്ടിമിസ് 2 4 പേരടങ്ങുന്ന സംഘവുമായാണ് ആർട്ടിമിസ് 2 ചന്ദ്രനിലേക്ക് തിരിച്ചത്. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വീസ്മാൻ, ജെറമി ഹാൻസൺ എന്നിവരാണ് പേടകത്തിലെ യാത്രക്കാർ. മനുഷ്യരെ വഹിക്കുന്ന ഒരു പേടകം നീണ്ട 54 വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. എന്നാൽ 10 ദിവസത്തെ ദൗത്യത്തിനിടെ സംഘാംഗങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങില്ല. ദൗത്യത്തിലെ ഓറിയോൺ പേടകം യാത്രക്കാരുമായി ചന്ദ്രന്റെ അടുത്തുകൂടി പറന്ന് ഭൂമിയെ ഭ്രമണം ചെയ്യും. വിജയിച്ചാൽ ആർട്ടിമിസ് 3 ദൗത്യത്തിലൂടെ മറ്റ് 4 പേർ ചന്ദ്രനിൽ ഇറങ്ങും. ആർട്ടിമിസ് 3 2028 ഉണ്ടായേക്കും. 3 ദിവസം യാത്ര ചെയ്താണ് ഒറിയോൺ ചന്ദ്രന്റെ അടുത്തെത്തുക. അവിടെ 4 ദിവസം, 3 ദിവസം യാത്ര ചെയ്ത് തിരികെ ഭൂമിയിലേക്ക്. ഭാവി ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പരീക്ഷിക്കും. ബഹിരാകാശ വികിരണങ്ങൾ സഞ്ചാരികളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കും. ഭൂമിയിലേക്ക് തിരിക്കും മുമ്പ് ഒരു തവണ ചന്ദ്രനെ പേടകം വലം വയ്ക്കും. യാത്രികർ ചന്ദ്രോപരിതലത്തിൽ നിന്ന് 7600 കിലോമീറ്റർ അടുത്ത് വരെ എത്തും. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കും. ദേവാലയങ്ങളിൽ വ്യാഴാഴ്ച വൈകിട്ട് തിരുവത്താഴ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങും ഉണ്ടായിരിക്കും. കുരിശുമരണം വരിക്കുന്നതിന് മുമ്പ് യേശു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതും വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചതും അനുസ്മരിച്ചാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും ചൂട് മനുഷ്യ ശരീരത്തിൽ അസഹ്യമായ തോതിൽ അനുഭവപ്പെടുന്നത് ഹീറ്റ് ഡോം പ്രതിഭാസം കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രദേശം കുട പോലെ ചൂടുള്ള വായുവിനെ പ്രത്യേക സ്ഥലത്ത് തളച്ചിടുന്ന പ്രതിഭാസമാണിത്. അന്തരീക്ഷ താപനില 38 ഡിഗ്രി ആണെങ്കിലും ഈ പ്രതിഭാസം കാരണം 40 ഡിഗ്രി എന്ന തരത്തിലാകും നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക. കഠിനമായ ചൂട് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനവും കടൽക്കാറ്റ് കരയിലേക്ക് എത്തുന്നതിലും ഉണ്ടാകുന്ന തടസ്സവും കാരണമാകുന്നു. തീരദേശ മേഖലകളിലാണ് ഇത് കൂടുതൽ. സംസ്കൃത സർവകലാശാലയിൽ ബിരുദം തോറ്റയാൾക്ക് PGക്ക് പ്രവേശനം നൽകിയ സംഭവത്തിൽ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ലിസി മാത്യുവിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കി. പകരം സംസ്കൃത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VK ഭവാനിക്ക് ചുമതല നൽകി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഉത്തരവിട്ടു. BFA പരീക്ഷയിൽ തോറ്റ SFI പ്രവർത്തകനെ MFAക്ക് പ്രവേശനം നൽകിയ ശേഷം BFA വിജയിച്ചതായി പ്രഖ്യാപിക്കാനുള്ള സിൻഡിക്കേറ്റിന്റെ നീക്കം തടഞ്ഞത് ഗവർണറാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചില്ലുപാലം എന്ന ഖ്യാതിയോടെ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത വാഗമണിലെ ചില്ലുപാലം അടച്ചിട്ടിട്ട് 3 മാസം പിന്നിടുന്നു. വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ കാണിക്കുന്ന ആവേശം പ്രവൃത്തിയിൽ കാട്ടാത്ത കേരള ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയ്ക്ക് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് വാഗമണിലെ ചില്ലുപാലം. സുരക്ഷാ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കുമായി കഴിഞ്ഞ ഡിസംബറിൽ താൽക്കാലികമായി അടച്ച പാലം മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്നായിരുന്നു അധികൃതർ ആദ്യം നൽകിയ അറിയിപ്പ്. എന്നാൽ ആ ഒരാഴ്ച ഇപ്പോൾ 3 മാസമായി നീണ്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അതീവ സുരക്ഷയുള്ള പ്രത്യേക ഗ്ലാസുകൾ ഉപയോഗിച്ച് 3 കോടി രൂപ ചിലവിട്ടാണ് ഈ പാലം തീർത്തത്. നെന്മാറ വല്ലങ്ങി ദേശങ്ങളുടെ നേതൃത്വത്തിൽ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വേല ആഘോഷമാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ചയാണ് വേല. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നെന്മാറ ദേശത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ, കല്ലൂർ ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നടക്കും. ഇരു ദേശത്തിന്റെയും ആനപ്പന്തലുകളിൽ ദീപാലങ്കാരവും ഉണ്ടാകും. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് വല്ലങ്ങി ശിവക്ഷേത്രത്തിന് സമീപമുള്ള പാടത്ത് വല്ലങ്ങി ദേശത്തിന്റെയും, രാത്രി 8-ന് നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള പാടത്ത് നെന്മാറ ദേശത്തിന്റെയും സാമ്പിൾ വെടിക്കെട്ട് നടക്കും. നെന്മാറ വല്ലങ്ങി വേളയുടെ ഭാഗമായി നെന്മാറ ദേശത്ത് ആണ്ടിവേലയും വല്ലങ്ങി ദേശത്ത് താലപ്പൊലിയും വ്യാഴാഴ്ച നടക്കും. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാട്ടാക്കട മൂങ്ങോട്ടുകോണം സ്വദേശി തീർത്ഥയാണ് മരിച്ചത്. കുളത്തുമ്മൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടിയെ രാത്രി കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായതിനാൽ വീട്ടുകാർ വൈകിയാണ് വിവരമറിഞ്ഞതെന്ന് സമീപവാസികൾ പറയുന്നു. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംവിധായകൻ രഞ്ജിത്ത് തൊടുപുഴയ്ക്കടുത്ത് മുട്ടത്ത് വെച്ച് പിടിയിലായത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒളിവ് സങ്കേതത്തിലേക്കുള്ള യാത്രക്കിടെയെന്ന് സൂചന. തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ഒളിവിൽ പോകാൻ തീരുമാനിച്ചതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാനായിരുന്നു ശ്രമം. എന്നാൽ രഞ്ജിത്ത് അഭിഭാഷകനെ ബന്ധപ്പെട്ടു എന്ന വിവരം മനസ്സിലാക്കി യാത്രക്കിടെ സംവിധായകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ്. അറസ്റ്റിലായ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ
LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ അനൗൺസ്മെന്റ് നടത്തുന്നതായി പരാതി. UDF മണ്ഡലം ചെയർമാൻ K ബാലനാരായണനാണ് കളക്ടർക്ക് പരാതി നൽകിയത്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുകയാണെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിവരുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ ശ്രീകോവിലിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ 2025 സെപ്റ്റംബറിൽ കൊണ്ടുപോയതിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഹൈക്കോടതി നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. സാക്ഷികളായ ചിലരുടെ മൊഴികൾ SIT എടുത്തു. വരും ദിവസങ്ങളിൽ അന്നത്തെ ബോർഡ് ഭാരവാഹികളുടെയും ജീവനക്കാരുടെയും മൊഴി എടുക്കും. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലും ഉണ്ടാകും. 2019 സ്വർണ്ണക്കൊള്ള നടന്നത് കണ്ടെത്താനിടയാക്കിയത് 2025 സ്വർണം പൂശലായിരുന്നു. 2019 സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിലെ നിർണായക വിവരമായ സാമ്പിൾ പരിശോധനാ ഫലത്തിനു വേണ്ടി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. ഏപ്രിൽ അവസാനത്തോടെ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കിട്ടും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരുവല്ലയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് ചങ്ങനാശ്ശേരിയിൽ ഏപ്രിൽ 4 വൈകിട്ട് 3 മണിക്ക് തിരുവല്ല നഗരസഭാ മൈതാനത്ത് നടക്കുന്ന NDA പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പെരുന്ന NSS ഹിന്ദു കോളേജ് മൈതാനത്താണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത്. തുടർന്ന് MC റോഡിലൂടെ കാറ് മാർഗം തിരുവല്ലയ്ക്ക് പോകും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലേക്കുള്ള യാത്ര റോഡ് ഷോ പോലെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. 4-ന് തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാണ് മോദി തിരുവല്ലയിലേക്ക് എത്തുന്നത്. കേരള തീരത്ത് ബോട്ടിൽ നിന്ന് കടലിൽ വീണ് 36 മണിക്കൂറോളം ഒഴുകി നടന്ന മത്സ്യത്തൊഴിലാളിയെ തീരദേശ സംരക്ഷണ സേന രക്ഷപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള സിയോൺ എന്ന മത്സ്യബന്ധന ബോട്ടിലെ ജീവനക്കാരനായ അസം സ്വദേശി രഞ്ജു മോനി സൊനോവാളാണ് കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി മീൻപിടുത്തം കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് രഞ്ജു മോനിയെ ബോട്ടിൽ നിന്ന് കാണാതായത്. തമിഴ്നാട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഏകോപന സമിതി ചെയർമാൻ സ്ഥാനം മാണിക്യം ടാഗോർ MP രാജിവെച്ചു. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വൈകുന്നതിനിടെയാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് നൽകിയത്. DMK മുന്നണിയിൽ ഇത്തവണ കോൺഗ്രസിന് 28 സീറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ സീറ്റുകളുടെ കാര്യത്തിൽ DMK ആദ്യം തന്നെ പച്ചക്കൊടി കാട്ടിയിരുന്നു. സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എങ്ങുമെത്താത്തതിലെ പ്രതിഷേധമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഏകോപന സമിതി ചെയർമാൻ പരസ്യമാക്കിയത്. നിർണായകമായ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏകോപന സമിതി അധ്യക്ഷന്റെ അപ്രതീക്ഷിത രാജി തമിഴ്നാട് കോൺഗ്രസ് ക്യാമ്പിനെ അപ്രതീക്ഷിത പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ട്. വിലക്കയറ്റത്തിന് വഴിതെളിച്ചുകൊണ്ട് രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതാണ് കാരണം. വിമാന ഇന്ധനത്തിനും മുന്തിയ ഇനം പെട്രോളിനും ഡീസലിനും വാണിജ്യ ഗ്യാസ് സിലിണ്ടറിനുമാണ് ഇന്നലെ വില കൂട്ടിയത്. വിമാന ഇന്ധനത്തിന് ഇരട്ടിയിലേറെ വില കൂട്ടി. താമസിയാതെ ഗാർഹിക പാചകവാതം, സാധാരണ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കും വില കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവശ്യ സാധനങ്ങൾക്കുൾപ്പെടെ വില ഉയരും. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവയുടെ വിലവർധന നീട്ടിക്കൊണ്ടുപോകുന്നത്. ഗാർഹിക പാചകവാതകത്തിന് മാർച്ച് 7-ന് 60 രൂപ കൂട്ടിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം ചണ്ഡീഗഡിലെ പഞ്ചാബ് BJP ഓഫീസിന് പുറത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഒരു ഖാലിസ്ഥാൻ ഭീകരൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഏറ്റെടുത്തു. ഖാലിസ്ഥാനി ഭീകരൻ സുഖിന്ദർ സിംഗ് ബബ്ബാർ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയ പോസ്റ്റ് അന്വേഷിക്കാൻ പോലീസ് സൈബർ സെല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം നിരീക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ സന്നദ്ധത വിലയിരുത്തുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS യോഗം വിളിച്ചു ചേർത്തു. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആരംഭിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ഇത് 2ാം തവണയാണ് CCS വിളിച്ചു ചേർക്കുന്നത്. താനെ കെട്ടിട നിർമ്മാതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പൂക്കി ഡോൺ എന്നറിയപ്പെടുന്ന സുരേന്ദ്ര പാട്ടീലിന്റെ ഡോംബിവലിയിലെ വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിലമതിക്കുന്ന അനധികൃത ആയുധങ്ങൾ, വെടിയുണ്ടകൾ, വെടിക്കോപ്പുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായി. അന്വേഷണം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇറാനിൽ പുതിയ പ്രതിസന്ധി. ഇറാൻ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്. ഇറാൻ പ്രസിഡന്റിനെ നിഷ്പ്രഭനാക്കി ഭരണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഏറ്റെടുത്തതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഒരു പുതിയ രഹസ്യാന്വേഷണ മന്ത്രിയെ നിയമിക്കാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു.
ദേശീയ തലത്തിൽ സംപ്രേഷണം ചെയ്ത തന്റെ ടെലിവിഷൻ പ്രസംഗത്തിൽ അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ ഇറാനെ അമേരിക്ക അങ്ങേയറ്റം ശക്തമായി ആക്രമിക്കുമെന്നും രാജ്യത്തെ ശിലായുഗത്തിലേക്ക് തിരികെ തള്ളിവിടുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആക്രമണ മിസൈൽ ശേഷി നശിപ്പിക്കുക, മിസൈൽ ഉൽപാദന സംവിധാനങ്ങൾ പൊളിക്കുക, നാവികസേനയും വിശാലമായ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളെയും നിർവീര്യമാക്കുക, ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് US സൈനിക നീക്കത്തിന് പിന്നിലെ 4 പ്രധാന ലക്ഷ്യങ്ങളെന്ന് US പ്രസിഡന്റ് വിശദീകരിച്ചു. ഏപ്രിൽ 2 പ്രാദേശിക സമയം രാവിലെ 6:48 കിഴക്കൻ ഇന്തോനേഷ്യയിലെ മൊളൂക്ക കടലിൽ 30 കിലോമീറ്റർ താഴ്ചയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായി. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മലേഷ്യ എന്നിവിടങ്ങളിൽ 1000 കിലോമീറ്ററിനുള്ളിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഭൂകമ്പപരമായി സജീവമായ പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.